ഹായ് മക്കളെ, നമ്മൾ ഇന്ന് 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. അപ്പൊ ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The scientist who discovered neutron is. ആരാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്? ആരാണ് മക്കളെ ന്യൂട്രോൺ കണ്ടുപിടിച്ചേ? നമുക്കറിയാം അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂട്രോൺ ഡിസ്കവേർഡ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ജെയിംസ് ചാഡ്വിക്. ആരാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. നമുക്കറിയാം ആറ്റത്തിനുള്ളില് ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് മക്കളെ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആളാണ് ആര്? ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആളാണ് ജെ ജെ തോംസൺ. ആരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്? ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഇനി ഒരാളും കൂടി ഉണ്ട് അല്ലേ, ആരാണിത്? പ്രോട്ടോൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് അറിയാവോ? പ്രോട്ടോൺ കണ്ടുപിടിച്ച വ്യക്തിയാണ് റൂദർഫോർഡ്, അല്ലെങ്കിൽ ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയും അല്ലെ. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചിട്ടുള്ളേ. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ പഠിച്ചു. ഒന്നാമതായിട്ട് ആരാണ് ന്യൂട്രോൺ ഡിസ്കവേർഡ് ചെയ്തേ? ന്യൂട്രോൺ ഡിസ്കവേർഡ് ചെയ്തത് ആരാണ്? ജെയിംസ് ചാഡ്വിക്. ഇനി ആരാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്? റൂദർഫോർഡ്. ആരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്? ജെ ജെ തോംസൺ. ഓക്കെ അല്ലേ? 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോവാം. Which isotope of carbon is used for determining the age of fossils? Which isotope of carbon? കാർബണിന്റെ ഏത് ഐസോട്ടോപ്പ് ആണ് is used for determining the age of fossils? നമ്മുടെ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് ഏതാണ്? 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? കാർബൺ 12, കാർബൺ 13, കാർബൺ 14, none of this. ഏതാണ് മക്കളെ? ഏത് ഐസോട്ടോപ്പ് ആണ് ഏജ് ഓഫ് ഫോസിൽസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം കാർബൺ 14 ആണ് നമ്മള് ഏജ് ഓഫ് ഫോസിൽസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കാം. The symbols of some elements are given. കുറച്ച് എലമെന്റ്സിന്റെ സിംബൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. സെലക്ട് എ പെയർ ഓഫ് ഐസോബാർ ഫ്രം ദിസ് ഗ്രൂപ്പ്. ഇതിൽ നിന്ന് ഐസോബാറിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഐസോബാറിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മക്കളൊന്ന് നോക്കിയതില് നമുക്ക് ആദ്യം എന്തറിയണം? ഐസോബാറിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? എന്താണ് ഐസോബാർ എന്നറിയണം അല്ലെ. എന്താണ് ഐസോബാർ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഐസോബാർ? ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ അല്ലെ. സെയിം മാസ് നമ്പറും ഡിഫറെന്റ് അറ്റോമിക് നമ്പറുമാണ് എന്തിനുള്ളത്? നമ്മുടെ ഐസോബാർസിനുള്ളത്. അപ്പൊ ഇതിലേക്ക് ഒന്ന് നോക്കിയേ, വേഗം ഈ 4 എലമെന്റ്സിലേക്ക് നോക്കിയേ. കാൽഷ്യം, ഫോസ്ഫറസ്, ആർഗൺ ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതില് ഏതാണ് ഐസോബാർ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിന് നോക്കാം. സെയിം മാസ് നമ്പർ ഉള്ള ആൾക്കാർ ആരൊക്കെയാണ് നോക്കാം. സെയിം മാസ് നമ്പർ ഉള്ള ആൾക്കാർ ആരൊക്കെയാ? കാൽഷ്യം ഉണ്ട്, ആർഗൺ ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചുട്ടാ. കാൽഷ്യം ആർഗൺ എന്താണുള്ളത്? സെയിം മാസ് നമ്പർ ആണുള്ളത്. ഇനി ഇവരുടെ അറ്റോമിക് നമ്പറുകൾ നോക്കിയേ. സെയിം ആണോ? അല്ല. കാൽഷ്യത്തിന് 20 ആണ് ആൻഡ് ആർഗൺ എത്രയാണ്? 18 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി സെയിം മാസ് നമ്പർ ആണ് ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആണ്. അപ്പോ നമുക്ക് ഇവരെ എന്തായിട്ട് പറയാം? ഐസോബാർ എന്ന് പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നടാ? സെലക്ട് എ പെയർ ഓഫ് ഐസോബാർ ഫ്രം ദിസ് ഗ്രൂപ്പ്. അപ്പൊ ഏതൊക്കെയാണ്? കാൽഷ്യവും ആർഗണും. ഇതാണ് നമ്മുടെ ഐസോബാർ. അടുത്തത് അതിലൊരു ബി ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. Write the reason for selecting this pair. ഈ ഒരു പെയർ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പെയർ തിരഞ്ഞെടുക്കാൻ കാരണം? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടാണ്
എന്താണ് നമ്മൾ ഈ ഒരു പേര് തിരഞ്ഞെടുക്കാൻ കാരണം? കാരണം സെയിം മാസ് നമ്പർ ആണ്, ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പേര് തിരഞ്ഞെടുത്തത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഐസോബാർ എന്താണെന്നാണ്. ഐസോബാർ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് ഐസോബാറുകൾ തിരഞ്ഞെടുക്കാൻ പറയും, ചിലപ്പോൾ ഐസോടോപ്പുകൾ തിരഞ്ഞെടുക്കാൻ പറയും. അങ്ങനെയാണ് ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Some of the observations of Rutherford gold foil experiment are given. Write the assumptions arrived at from this. നമ്മൾ എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിൽ ഇങ്ങനെ അയാൾ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഒരുപാട് ഒബ്സർവേഷൻസ്, അല്ലെങ്കിൽ 3 ഒബ്സർവേഷൻസ് അദ്ദേഹം കണ്ടു, നമ്മുടെ റൂദർഫോർഡ് കണ്ടു. അപ്പോ അതിൽ നിന്നും അദ്ദേഹം എത്തിച്ചേർന്ന അനുമാനങ്ങള്, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് നിഗമനത്തിലാണ് എത്തിച്ചേർന്നത് എന്നാണ് നമ്മൾ ഇതിനോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു മക്കളെ റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്? ഓർമ്മയുണ്ടോ? എന്തായിരുന്നു നമ്മുടെ റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ആദ്യം എന്താ ചെയ്ത്? നമ്മുടെ റൂദർഫോർഡ് ഒരു ആൽഫ പാർട്ടിക്കിളിന്റെ സോഴ്സ് എടുത്തു. എന്തെടുത്തു? ഒരു ആൽഫ പാർട്ടിക്കിളിന്റെ സോഴ്സ് എടുത്തു. അതിന് തൊട്ട് മുന്നിലായിട്ട് ആരെ വെച്ചു? വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിലിനെ വെച്ചു. വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിലിനെ വെച്ചു. അതിനുശേഷം അതിന് തൊട്ടു പുറകിലായിട്ടൊരു ഫ്ലോറസന്റ് കവറിംഗ് ആയിട്ടുള്ള സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ക്രീൻ കൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്തത്? ഒരു ആൽഫ പാർട്ടിക്കിളിന്റെ സോഴ്സ് എടുത്തു. ആൽഫ പാർട്ടിക്കിളിന്റെ സോഴ്സിന് തൊട്ട് മുന്നിലായിട്ട് ആരെ വെച്ചു? ഒരു തിൻ ഗോൾഡ് ഫോയിലിനെ വെച്ചു. ഒരു തിൻ ഗോൾഡ് ഫോയിലിനെ വെച്ചു. അതിന് മുന്നിലായിട്ട്, അല്ലെങ്കിൽ അതിന് പിന്നിലായിട്ട് ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്, സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ ഇങ്ങനെ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് റൂദർഫോർഡ് എന്ത് കണ്ടത്? 3 ഒബ്സർവേഷൻ, അല്ലെങ്കിൽ 3 നിരീക്ഷണങ്ങൾ കണ്ടു. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ മക്കളെ. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ passed through the gold foil undeflected. എന്താ കണ്ടത്? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ, ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിളും ഒരു പ്രശ്നമില്ലാതെ ഗോൾഡ് ഫോയിലിൽ കൂടി ഇങ്ങനെ കടന്നുപോയി. എന്താണ് നമ്മുടെ റൂദർഫോർഡ് കണ്ടത്? ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിളും ഒരു പ്രശ്നമില്ലാതെ ഗോൾഡ് ഫോയിലൂടെ കടന്നുപോയി. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ എന്ത് ചെയ്തു? കടന്നുപോയി. നമ്മള് എവിടേക്കെങ്കിലും ഇങ്ങനെ നടന്നു പോവാണെന്ന് വിചാരിക്കാം. അങ്ങനെ നടന്നു പോകുമ്പോ നമ്മൾ ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ നടന്നു പോവാന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? അവിടെ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം? കടന്നു പോവാം അല്ലെ? അപ്പോ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? നമ്മുടെ ആറ്റത്തിന്റെ ഉള്ളിലെ ഭൂരിഭാഗം സ്ഥലവും എന്താണ്? എംപ്റ്റി ആണ്, ഒന്നുമില്ല, വളരെ ശൂന്യമായിട്ടിരിക്കുകയാണ് അല്ലെ? നോക്കിയേ, മോസ്റ്റ് ഓഫ് ദി ആറ്റം വാസ് എംപ്റ്റി. അപ്പൊ ഒന്നാമത്തെ ഒബ്സർവേഷനിലൂടെ ആൾക്ക് കിട്ടിയ കാര്യം എന്താണ്? മോസ്റ്റ് ഓഫ് ദി ആറ്റം വാസ് എംപ്റ്റി. നമ്മുടെ ആറ്റത്തിന്റെ ഉള്ളിലെ ഭൂരിഭാഗം സ്ഥലവും എന്താണ്? വളരെ ശൂന്യമായിട്ട് കിടക്കാണ്, അല്ലെങ്കിൽ വളരെ എംപ്റ്റി ആയിട്ട് കിടക്കാണ്. ഓക്കെ അല്ലേ? അങ്ങനെ അദ്ദേഹം വീണ്ടും നോക്കിയപ്പോ അദ്ദേഹം വേറൊരു കാര്യം കൂടെ കണ്ടു. എന്താണ്? Some of the alpha particles were deflected by a small angle. എന്താ കണ്ടത്? കുറച്ച് ആൽഫ പാർട്ടിക്കിൾ മക്കളെ ഇങ്ങനെ പോയിട്ട് എന്താണ്? ചെറുതായിട്ടൊന്ന് ഡിഫ്ലക്ട് ചെയ്തു പോവാണ്. ഇങ്ങനെ വന്നിട്ട് ചെറുതായിട്ടൊന്ന് ഡിഫ്ലക്ട് ചെയ്തു പോകുന്നത് ആര് കണ്ടു? റൂദർഫോർഡ് കണ്ടു. അപ്പൊ എന്താണ് മക്കളെ അവര് ഡിഫ്ലക്ട് ചെയ്യാനായിട്ട് കാരണം? എന്തായിരിക്കും ഡിഫ്ലക്ട് ചെയ്യാനായിട്ട് കാരണം? നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ പോവാണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുന്നുണ്ട്, നമുക്ക് ആ വഴിയെ ഇങ്ങനെ പോകണം. അപ്പൊ നമ്മൾ ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും? സംസാരിക്കാൻ നമുക്ക് താല്പര്യമേ ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ തിരിഞ്ഞ് വേറൊരു വഴി ഉണ്ടെങ്കിൽ വേറൊരു വഴി കൂടെ പോയില്ലേ? അതുപോലെ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ എന്താ ചെയ്തേ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നേ. ഇവിടെ എത്തിയപ്പോ ഒട്ടുമേ താല്പര്യമില്ല നിങ്ങളോട് സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? വേറൊരു ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തു പോവാണ്. അപ്പൊ നമ്മുടെ റൂദർഫോർഡിന് മനസ്സിലായി നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താ? വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ആറ്റമാണ്, പാർട്ടിക്കിൾ ആണ്. അതുകൊണ്ട് തന്നെ ആൽഫ പാർട്ടിക്കിളിന് ആരെയായിരിക്കും ഇഷ്ടമില്ലാത്ത? ഏത് ചാർജുള്ള ആൾക്കാരെയൊക്കെ ഇഷ്ടമില്ലാത്ത? പോസിറ്റീവിനെ ആയിരിക്കും. നമുക്കറിയാലേ, പോസിറ്റീവും തമ്മിൽ കൂടോ? അവർ തമ്മിൽ ചേരില്ല അല്ലെ? അപ്പോ ആൾക്ക് മനസ്സിലായി റിപ്പൾഷൻ
caused when they passed by the positively charged region inside the atom. ആറ്റത്തിന്റെ ഉള്ളിലെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഭാഗത്തെ കൂടി കടന്നു പോയപ്പോഴാണ്, അല്ലെങ്കിൽ അതിന്റെ അധികത്തെ കൂടി കടന്നു പോയപ്പോഴാണ് നമ്മുടെ പാർട്ടിക്കിൾസിന് എന്ത് സംഭവിച്ചത്? ചെറുതായിട്ട് ഒരു വ്യതിയാനം അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു ചരിവ് വന്നത്. ഓക്കെ അല്ലേ? അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മക്കൾ മൂന്നാമത്തെ കാര്യം നോക്കിയേ. A very few alpha particle bounced back. കുറച്ച് ആൽഫ പാർട്ടിക്കിൾ എന്താ, വളരെ കുറച്ച് അല്ലെ, 20,000 ഒരെണ്ണൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ എന്ത് സംഭവിച്ചെന്ന് അറിയാവോ? അവര് ബൗൺസ്ഡ് ബാക്ക് ചെയ്തു. എന്താണ്? പോയി തട്ടി തിരിച്ചു വന്നു. അവരെന്താ ചെയ്തത്? പോയി തട്ടി തിരിച്ചു വന്നു. അപ്പൊ അവരിങ്ങനെ പോയിട്ട് ഒരു പ്രശ്നമില്ല, ഇങ്ങോട്ട് തന്നെ വരാം, ഇങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് തന്നെ വരാം, ഇങ്ങനെയാണ് അവർ ചെയ്തത്. അപ്പൊ എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? നേരത്തെ പോസിറ്റീവ് ചാർജിന്റെ അരികത്തെ കൂടി പോയവരെന്ത് ചെയ്തു? ഇങ്ങനെ പോയി അല്ലെ? അപ്പോ പോസിറ്റീവ് ചാർജിൽ പോയി തട്ടിയവരായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? നേരെ വന്ന് തിരിച്ചിങ്ങോട്ട് തട്ടി വന്ന് അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി, the entire positive charge of an atom is concentrated in a very small volume of the center of the atom. നമ്മുടെ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റത്തിനുള്ളിൽ എന്താണ്? ഏറ്റവും സെൻട്രൽ ആയിട്ട് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പോയി തട്ടിയ ആൾക്കാരാണ് എന്ത് ചെയ്ത് വന്നത്? തട്ടി തിരിച്ചു വന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണ് 3 കാര്യങ്ങള്, 3 ഒബ്സർവേഷനിലൂടെ 3 അസംഷൻസ് നമുക്ക് ഈ ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിൽ കൂടെ കിട്ടി. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: The isotope of an element is used to make heavy water. ഒരു എലമെന്റിന്റെ ഐസോടോപ്പ് നമ്മൾക്ക് എന്തിനു ഉപയോഗിക്കാറുണ്ട്? ഹെവി വാട്ടർ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്? ഹെവി വാട്ടർ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഐസോടോപ്പ്. ഈ ഐസോടോപ്പിന്റെ പേരെന്താണ്? അറിയാവോ? മക്കൾക്ക് അറിയാവോ? മക്കൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ഹെവി വാട്ടർ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഐസോടോപ്പിന്റെ പേരാണ് മക്കളെ ഡ്യൂറ്റീരിയം. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഡ്യൂറ്റീരിയം. നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് മക്കളെ? ഡ്യൂറ്റീരിയം ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഹെവി വാട്ടർ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ബി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയ മക്കളെ. Write the name of other 2 isotope of this element. അപ്പൊ നമുക്ക് എന്തറിയണം? ഇത് ഏത് എലമെന്റിന്റെ ആണെന്ന് അറിയണ്ടേ? മക്കൾക്ക് അറിയാവോ ഇത് ഏത് എലമെന്റിന്റെ ആണെന്ന്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഏത് എലമെന്റിന്റെ ആണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ഡ്യൂറ്റീരിയം. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന്റെ തന്നെ മറ്റ് ഐസോടോപ്പുകൾ ഏതൊക്കെയാ? ഹൈഡ്രജന്റെ തന്നെ മറ്റ് ഐസോടോപ്പുകൾ ഏതൊക്കെയാ? യെസ്, ഏതൊക്കെയാണ്? ഹൈഡ്രജന്റെ തന്നെ മറ്റ് ഐസോടോപ്പുകളാണ് പ്രോട്ടിയവും അതുപോലെ തന്നെ ട്രിഷിയവും. ഏതൊക്കെയാണ്? പ്രോട്ടിയവും ട്രിഷിയവും. പ്രോട്ടിയവും ട്രിഷിയവുമാണ് ഹൈഡ്രജന്റെ മറ്റ് 2 ഐസോടോപ്പുകൾ. അപ്പൊ ഹൈഡ്രജന് 3 ഐസോടോപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്: പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷിയം. അതില് ഹെവി വാട്ടർ നിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ ഹെവി വാട്ടർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് ഏത്? ഡ്യൂറ്റീരിയം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: Which isotope among this has mass number 3? മാസ് നമ്പർ 3 ആയിട്ടുള്ള ഐസോടോപ്പ് ഇതിൽ ഏതാണ്? അപ്പൊ നമുക്ക് എന്തറിയണം? ഇവരുടെ 3 പേരുടെ മാസ് നമ്പറും അറ്റോമിക് നമ്പറൊക്കെ നമുക്ക് അറിയാം അല്ലേ? എന്താണ്? പ്രോട്ടിയത്തിന്റെ ആണെങ്കിൽ H11. ഓക്കെ അല്ലേ? ആൻഡ് ഡ്യൂറ്റീരിയത്തിന്റെ ആണെങ്കിൽ H12. ഓക്കെ അല്ലേ? ആൻഡ് ട്രിഷിയത്തിന്റെ ആണെങ്കിലോ H13. ഓക്കെ? പ്രോട്ടിയത്തിന്റെ H11, ഡ്യൂറ്റീരിയം H12 ആൻഡ് ട്രിഷിയം H13. ഓക്കെ അല്ലേ? അപ്പോ ഈ 3 എണ്ണത്തില് ഏതിലാണ് മാസ് നമ്പർ 3 ഉള്ളത്? യെസ്, ഇതാണ് അല്ലേ? മാസ് നമ്പർ 3 ഉള്ളത് ഏതാണ്? H13 ആയിട്ടുള്ള ട്രിഷിയമാണ്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഐസോടോപ്പ് among this has mass number 3? മാസ് നമ്പർ 3 ആയിട്ടുള്ള ഐസോടോപ്പ് ഏതാണ്? അപ്പൊ ഐസോടോപ്പ് ഏതാണെന്ന് കിട്ടി നമുക്ക്. യെസ്, ഐസോടോപ്പ് ഏതാണ്? ട്രിഷിയം. അതിന്റെ ആൻസർ എന്താണ്? ട്രിഷിയം ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം കേട്ടോ. യെസ്,
ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ശ്രദ്ധിക്കും. The atomic number of an element is 6. ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്, 6 ആണ്. In how many shells electrons are present in this element? ഈ ഒരു എലമെന്റില് എത്ര ഷെല്ലില്, how many shells, എത്ര ഷെല്ലിലാണ് ഇലക്ട്രോൺസ് പ്രസന്റ് ആയിരിക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് മക്കളെ പറഞ്ഞേ, 6 നമ്മുടെ അറ്റോമിക് നമ്പർ. 6 അറ്റോമിക് നമ്പർ എങ്കിൽ ഏതൊക്കെ ഷെല്ലിലായിരിക്കും അവര് പ്രസന്റ് ആയിട്ടുണ്ടാവുക? ഏതൊക്കെ ഷെല്ലിലായിരിക്കും? നമുക്കറിയാം, നമുക്ക് അങ്ങനെ എത്ര ഷെല്ലുണ്ട് നമുക്ക് നോക്കാം കേട്ടോ. കെ, എൽ, എം, എൻ, ഇങ്ങനെയാണ് നമ്മുടെ ഷെല്ലുകൾ പോവാ. അതില് കെ ഷെല്ലിൽ എത്ര ആളെ കൊള്ളും? കെ ഷെല്ലിൽ മാക്സിമം എത്ര ആളെ കൊള്ളും? എല്ലാവരും കൂടി പോയിട്ട് കെ ഷെല്ലിൽ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല അല്ലെ? അപ്പൊ കെ ഷെല്ലില് മാക്സിമം എത്ര ആൾക്കാരെ കൊള്ളും? 2 പേരെ കൊള്ളും. ഇനി എൽ ഷെല്ലിൽ എത്ര ആളെ കൊള്ളും? 8 പേരെ കൊള്ളും. എം ഷെല്ലിലോ 18 പേരെ കൊള്ളും. എൻ ഷെല്ലിലോ 32 പേരെ കൊള്ളും. അപ്പോ കെ ഷെല്ലിൽ 2 പേര് പോയി. ഇനി ബാക്കി എൽ ഷെല്ലിൽ എത്ര പേരുണ്ട് പോവാനായിട്ട്? നമുക്ക് ആകെ ടോട്ടൽ അറ്റോമിക് നമ്പർ 6 ആണ്. അതിൽ കെ ഷെല്ലിൽ 2 പേര് പോയി കഴിഞ്ഞാല് ബാക്കി ഇനി എത്ര പേരുണ്ട്? 4 പേരല്ലേ? അപ്പൊ ബാക്കി എത്ര പേര് എൽ ഷെല്ലിലേക്ക് പോയി? 4 പേര് എൽ ഷെല്ലിലേക്ക് പോയി. ഇനി ആരെങ്കിലും എം ഷെല്ലിലേക്ക് പോവാനുണ്ടോ? ഇല്ല അല്ലെ? അതോടുകൂടി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചു നോക്കിയ മക്കളെ. In how many shells electrons are present in this element? എത്ര ഷെല്ലിലാണ് ഇലക്ട്രോൺസ് പ്രസന്റ് ആയിരിക്കുന്നത്? എത്ര ഷെല്ലിലാണ്? 2 ഷെല്ലില്. പ്രശ്നമൊന്നുമില്ലല്ലോ. 2 ഷെല്ലിലാണ് ഇലക്ട്രോൺസ് പ്രസന്റ് ആയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. In which of these shells electrons with higher energy are present? ഏത് ഷെല്ലിലാണ് ഹയർ എനർജി, ഇലക്ട്രോൺസിന് ഏറ്റവും ഹയർ എനർജി ഉണ്ടാകുക? നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടെ 2 ഷെല്ല് ആകെ എന്ത് വന്നിട്ടുള്ളൂ? ഇലക്ട്രോൺസ് വന്ന് നിറഞ്ഞിട്ടുള്ളൂ. കെ ഷെല്ലിലും വന്നിട്ടുണ്ട്, എൽ ഷെല്ലിലും വന്നിട്ടുണ്ട്. ഇതില് ഏത് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനായിരിക്കും കൂടുതൽ എനർജി അല്ലെങ്കിൽ ഹയർ എനർജി ഉള്ളത്? ഏത് ഷെല്ലില് ഇലക്ട്രോൺസിനായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിയോ മക്കളെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏതാണോ ഉള്ളത് ആ ഇലക്ട്രോൺസിനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാകുക. അപ്പൊ ഇവിടേക്ക് ഒന്ന് നോക്കിയേ, ഏതാണത്? എൽ ഷെല്ലാണ് അല്ലെ? ഏത് ഷെല്ലിലാണ് ഏറ്റവും കൂടുതൽ അപ്പൊ എനർജി ഉണ്ടാകുക? എൽ ഷെല്ലിലുള്ള ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാകുക. ഓക്കെ അല്ലേ? എൽ ഷെല്ലിലുള്ള ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുക. കാരണം എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നതാണ് അത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. An isotope of this element is used for determining the age of fossils. Write the name of this isotope. കേട്ടു പരിചയമുണ്ടോ? നമ്മൾ നേരത്തെ ഒന്ന് ചെയ്ത 1 വേർഡ് ക്വസ്റ്റ്യനിൽ അത് നമ്മൾ കണ്ടിരുന്നു അല്ലെ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ടീച്ചർ പറഞ്ഞില്ലേ? അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. നമ്മുടെ ഏജ് ഓഫ് ഫോസിൽസ്, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പിന്റെ പേരെന്താണ്? എന്തായിരുന്നു മക്കളെ ഐസോട്ടോപ്പിന്റെ പേര്? എന്തായിരുന്നു? കാർബൺ 14. ഏതായിരുന്നു ഐസോട്ടോപ്പ്? കാർബൺ 14 ആണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ ഫോസിലുകളുടെ ഏജ് ഓഫ് ഫോസിൽസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നേ. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോടോപ്സ് ആൻഡ് ഐസോബാർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഐസോടോപ്പുകളും ഐസോബാറുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് ഐസോടോപ്പുകളും ഐസോബാറുകളും തമ്മിലുള്ള വ്യത്യാസം? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? എന്താണ് വ്യത്യാസം? നോക്കിയേ. Isotope are different atoms of the same element having the same atomic number but different mass number. എന്താ പറഞ്ഞിരിക്കുന്നത്? സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ഉള്ള സെയിം എലമെന്റ്സിന്റെ ഡിഫറെന്റ് ആറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഐസോടോപ്പ് എന്ന് പറയാ. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, ഡിഫറെന്റ് മാസ് നമ്പർ ആയിരിക്കും. ഓക്കെ അല്ലേ? നേരെ ഒന്ന് ഓപ്പോസിറ്റ് ആരെ ചിന്തിക്കുക? നമ്മുടെ ഐസോബാറിനെ ചിന്തിക്കുക. സിമ്പിൾ ആണ്. ഐസോബാർ, ബട്ട് ഐസോബാർസ് ആർ ദി ആറ്റംസ് ഹാവിംഗ് the same mass number but different atomic number. സെയിം മാസ് നമ്പർ ആണ്, പക്ഷെ ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? ഐസോബാർ എന്ന് പറയാ. ഓക്കെ അല്ലേ? അപ്പൊ ഐസോടോപ്പ് എന്ന് പറഞ്ഞാല് എന്താ പറയാ?
സെയിം അറ്റോമിക് നമ്പർ ആണ് ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആണ്. ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മാസ് നമ്പർ ആണ് ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആണ്. എളുപ്പത്തിൽ അങ്ങനെ ആലോചിച്ച് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ഐസോടോപ്പും ഐസോബാറും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ആണ്, മാർക്കൊന്നും കളയാനില്ല. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. എലമെന്റ് എൽ, അലൂമിനിയം ഒരു എലമെന്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. Write the number of protons and neutrons in this element. ഈ ഒരു എലമെന്റിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു എലമെന്റ് എടുത്തിട്ട് ഈ എലമെന്റിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതാം. ഒന്ന് നോക്കിയേ. ആദ്യം Al2713 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഇതിലെ അറ്റോമിക് നമ്പർ എത്രയാ? അറ്റോമിക് നമ്പറിന് നമ്മൾ സെഡ് എന്ന് പറയും അല്ലെ. അറ്റോമിക് നമ്പർ എത്രയാ? ഈ ഒരു എലമെന്റിലെ അറ്റോമിക് നമ്പർ എത്രയാണ്? 13. 13 ആണ് ഈ എലമെന്റിലെ അറ്റോമിക് നമ്പർ. ഇനി മക്കളൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ഇതിലെ മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ എന്ന് പറയുന്നത് 27 ആണ്. 27 ആണ് മാസ് നമ്പർ. അപ്പൊ ഈ എലമെന്റിലെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 13ഉം മാസ് നമ്പർ എന്ന് പറയുന്നത് 27ഉമാണ്. ഓക്കെ, ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയായിരിക്കും മക്കളെ? പ്രോട്ടോണുകളുടെ എണ്ണം എത്രയായിരിക്കും? പ്രോട്ടോണുകളുടെ എണ്ണം? പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും തന്നെയായിരിക്കും എന്തുണ്ടാവുക? പ്രോട്ടോണുകളുടെ എണ്ണം ഉണ്ടാകുക. സോ പ്രോട്ടോണുകളുടെ എണ്ണം 13 തന്നെ. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണമായിരിക്കും ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കുക? ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? നമുക്കറിയാം ആറ്റം എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, അതിന് ചാർജ് ഇല്ല അല്ലെ. അപ്പോ പ്രോട്ടോൺ 13 ആണെങ്കിൽ ഇലക്ട്രോൺ എത്ര ഉണ്ടായിരിക്കും? 13 ഉണ്ടായിരിക്കും. 13 പോസിറ്റീവ് ആയിട്ടുള്ളത് വരുമ്പോ 13 നെഗറ്റീവ് ആയിട്ടുള്ളത് കൂടി വന്നാലല്ലേ ഇത് ന്യൂട്രൽ ആയി പോവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രോട്ടോൺ 13 ആണ്. സോ ഇലക്ട്രോൺ എന്തായിരിക്കും? 13 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇലക്ട്രോൺ എത്രയായിരിക്കും? 13 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ന്യൂട്രോൺസിനെ കണ്ടുപിടിക്കണം. നമുക്ക് ആരെയും കണ്ടുപിടിക്കണ്ടേ? ന്യൂട്രോൺസിനെ കണ്ടുപിടിക്കണം. ന്യൂട്രോൺസ് എങ്ങനെയാ മക്കളെ കണ്ടുപിടിക്കുക? നമ്മുടെ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? ന്യൂട്രോൺസിനെ കിട്ടും. എന്തിനാ എന്ത് കുറയ്ക്കണ്ടേ? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? ന്യൂട്രോണിനെ കിട്ടും. മാസ് നമ്പർ എത്രയാ മക്കളെ? 27ൽ നിന്ന് അറ്റോമിക് നമ്പർ എത്രയാണ്? 13 കുറയ്ക്കുക. എത്ര കിട്ടി? 27ന്ന് 13 കുറയ്ക്കുക. 27 - 13 = 14. അപ്പൊ ന്യൂട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 14 ആണ്. ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 14 ആണ്. അപ്പൊ നമ്മൾ എല്ലാം കണ്ടുപിടിച്ചില്ലേ? ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കണ്ടുപിടിക്കാനായിരുന്നില്ലേ? അപ്പൊ നമ്മൾ പ്രോട്ടോൺ എത്ര കിട്ടി? 13, 13 കിട്ടി. ന്യൂട്രോൺ എത്ര കിട്ടി? 14, 14 കിട്ടി. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമായിട്ട് കിട്ടിയില്ലേ? A ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ രണ്ടാമത്തെ B ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയടാ. Write the electron configuration of this element. ഈ എലമെന്റിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. KLMN ഇങ്ങനെയാണ് ഷെല്ലുകൾ പോവാ. അപ്പൊ നമ്മളൊന്ന് നോക്കിയേ, നമ്മൾക്ക് എത്ര ആൾക്കാരെ കൊള്ളണം? ഇലക്ട്രോൺസിന്റെ എണ്ണം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ ആണ് അല്ലെ. ഇലക്ട്രോൺ എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നതെന്നാണ് അല്ലെ. അപ്പൊ ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ട് മക്കളെ? 13 എണ്ണം ഉണ്ട്. ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ട്? 13 എണ്ണം ഉണ്ട്. അപ്പൊ ഇവരല്ലേ നമുക്ക് ഓരോ ഷെല്ലിലായിട്ട് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. 13ലെ കെ ഷെല്ലിൽ എല്ലാവരും കൂടി ചെന്ന് കഴിഞ്ഞാൽ ഓടിച്ചെന്ന് കെ ഷെല്ല് വാ മക്കളെ എന്ന് പറഞ്ഞ് കയറ്റുവോ? അങ്ങനെ ഇല്ല അല്ലെ. കേശലിന് ആകെ എത്ര പേരെ കയറ്റാൻ പറ്റുള്ളൂ മക്കളെ? 2 പേരെ മാത്രം കേശലിന് കയറ്റാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കേശൽ എന്ത് ചെയ്യുന്നു വെച്ചോ? 2 പേരെ കയറ്റി. കേശൽ എന്ത് ചെയ്തു? 2 പേരെ സ്വീകരിച്ചു. ഇനി നമ്മുടെ ബാക്കി എത്ര പേരുണ്ട്? ഇനി 2 പേര് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര പേരുണ്ട്? ബാക്കി എല്ലാവരും കൂടി എന്ത് ചെയ്യും? എൽ ഷെല്ലിലേക്ക് ചെന്നു. ബാക്കി എല്ലാവരും കൂടി എന്ത് ചെയ്തു? എൽ ഷെല്ലിലേക്ക് ചെന്നു. പക്ഷെ എൽ ഷെല്ലിന് ബാക്കി എല്ലാവരെയും പറ്റുമോ സ്വീകരിക്കാൻ?
എൽ ഷെല്ലിന് മാക്സിമം എത്ര പേരെ പറ്റുള്ളൂ? 8 പേരെ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ എൽ ഷെല്ല് എന്ത് ചെയ്തെന്നറിയാവോ? 8 പേരെ വാങ്ങി. അപ്പൊ 2, 8 കിട്ടി. ഇനി ബാക്കി എത്ര പേരുണ്ട്? നമ്മുടെ 13 അല്ലേ? 2ഉം 8ഉം 10 പേര് അവിടെ കഴിഞ്ഞു. ഇനി ബാക്കി എത്രയും കൂടി ഉണ്ട്? 3 പേരും കൂടി ഉണ്ട് അല്ലെ? അവരെവിടേക്ക് പോകും? അവർ വേഗം ചെന്നിട്ട് എം ഷെല്ലിൽ പോയിരിക്കും. 3 പേര് എവിടേക്ക് പോയി? എം ഷെല്ലിലേക്ക് പോയിരുന്നു. അപ്പൊ എന്തായി? 2, 8, 3 കോൺഫിഗറേഷൻ കിട്ടിയില്ലേ? 2, 8, 3 എന്നാണ് നമ്മുടെ കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. എളുപ്പല്ലേ? അപ്പൊ നമ്മുടെ ബി ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചു. അടുത്ത നോക്കിയേ, ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. ഇതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷനെ ഡ്രോ ചെയ്യൂ, വരയ്ക്കൂ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് വരച്ചു നോക്കിയാലോ? ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? 2 പേരുണ്ട് അല്ലെ? നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? 2 പേരുണ്ട്. പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ആരൊക്കെയുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, എത്രയാണ് പ്രോട്ടോൺ? എത്രയായിരുന്നു പ്രോട്ടോൺ? 13 പേര് അല്ലെ? 13 പേര് പ്രോട്ടോൺ ഉണ്ട്. ആൻഡ് ന്യൂട്രോൺ എത്ര പേരുണ്ട് മക്കളെ? 14 പേര് ന്യൂട്രോൺ ഉണ്ട്. ഓക്കെ, 13 പേര് പ്രോട്ടോൺ, 14 ന്യൂട്രോൺ ഉണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഷെല്ലായിട്ടുള്ള കെ ഷെല്ല് നമ്മൾ ഇങ്ങനെ വരയ്ക്കും. കെ ഷെല്ല് വരയ്ക്കും, അതിനുശേഷം എൽ ഷെല്ല് വരയ്ക്കും, അതിനുശേഷം എം ഷെല്ല് വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കും അല്ലെ? എന്നിട്ട് ഇതിലല്ലേ നമ്മൾ ഓരോ ഇലക്ട്രോൺസിന് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ നല്ല വൃത്തിക്ക് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, 13 പ്രോട്ടോൺ ഉണ്ട്, 14 ന്യൂട്രോൺ ഉണ്ട്. ഇതില് നമ്മൾ എങ്ങനെയാ കൊടുക്കണ്ടേ? ആദ്യത്തെ കെ ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് കൊള്ളും മക്കളെ? 2 പേരെ കൊള്ളും. അപ്പൊ ആദ്യത്തേതിൽ എന്തായി? 2 പേര് ഇങ്ങനെ ഇരുന്നു കേട്ടാ. ആദ്യത്തേതിൽ 2 പേരിരുന്നു. ഇനി രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ലിൽ എത്ര പേര് കൊള്ളും മക്കളെ? 8 പേര് വരും അല്ലെ? അവരിത് ഇങ്ങനെ ഇരിക്കണേ. 1, 2, 3, 4, 5, 6, 7, 8. 8 പേര് എവിടേക്ക് പോയി? എൽ ഷെല്ലിലേക്ക് പോയി. 8 പേര് എവിടേക്ക് പോയി? എൽ ഷെല്ലിലേക്ക് പോയി. ബാക്കി ആരെയുള്ളേ? ഒരാളും കൂടി ഉണ്ട് അല്ലെ? 3 ഇലക്ട്രോൺസ് എവിടേക്ക് പോകുന്നു? നമ്മുടെ എം ഷെല്ലിലേക്ക് പോകുന്നു. 1, 2, 3. ടീച്ചർ ഇങ്ങനെ വരക്കാണ് കേട്ടാ. 1, 2, 3. 3 പേര് എന്ത് ചെയ്തു? അടുത്ത ഷെല്ലിലേക്ക് പോയി. അപ്പൊ നമ്മുടെ എന്തായി? കംപ്ലീറ്റ് ആയി അല്ലെ? നമ്മുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയില്ലേ? ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. കംപ്ലീറ്റ് ആയി അല്ലെ? നമ്മൾ വരച്ചു, നല്ല വൃത്തിക്ക് നമ്മൾ വരച്ചു അല്ലെ? എന്താണ്? എം ഷെൽ കെ ഷെല്ലിൽ 2 പേര് വന്നു, എൽ ഷെല്ലിൽ 8 പേര് വന്നു, എം ഷെല്ലില് 3 പേര് വന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും ഭാഗം നന്നായിട്ട് നോക്കുക. എല്ലാവരും നമ്മൾ പഠിക്കും, പക്ഷെ ഇത് നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഐസോടോപ്പിന്റെ ഐസോബാറിന്റെ ഭാഗങ്ങൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്നുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വരയ്ക്കാനുള്ള, ഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ഓർബിറ്റ് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരയ്ക്കുന്നതും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.